പ്രൈസ് ലോർഡ് ദൈവനാമത്തിനുണ്ടായിരിക്കട്ടെ. കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. എല്ലാവരും സുഖമായി ശുഭമായിരിക്കുന്നു. കർത്താവിൽ വിശ്വസിക്കുന്നു. ദൈവവചന അടിസ്ഥാനത്തിൽ ഹൃദയശുദ്ധിയുള്ള ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും. നേരോട് നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കുകയില്ല. സ്തോത്രം. നിഷ്കളങ്കൻ, ഹാലലിയ. വേദോസ്ത അടിസ്ഥാനത്തിൽ നിഷ്കളങ്കൻ എന്ന് പറയുന്നത് കുറ്റാരോപണമില്ലാത്തവൻ, ഹൃദയത്തിൽ ഹാലലിയ സ്തോത്രം, നമ്മുടെ ധാർമ്മികതയിൽ ഹാലലിയ സ്തോത്രം, നമ്മുടെ ഹൃദയം നിഷ്കളങ്കമായി സ്വാതന്ത്ര്യമായിരിക്കുന്ന ഒരു അനുഭവത്തെയാണ് സ്തോത്രം നിഷ്കളങ്കത എന്ന് പറയുന്നത്. സ്തോത്രം. എബ്രായ ഗ്രീക്ക് പദങ്ങളിൽ ശുദ്ധമായ കൈകൾ, നിർമ്മലമായ ഹൃദയം, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് വ്യക്തപ്പെട്ട വ്യക്തി, ദൈവമുൻപാകെ നിൽക്കുമ്പോൾ കുറ്റം പറയാനില്ലാത്ത ഒരു വ്യക്തി എന്ന ആശയം ഇതിൽ കാണാൻ കഴിയും. ഹാലലിയ. നമുക്ക് വേദോസ്തല അനേക കാര്യങ്ങൾ ഹാലലിയ നിഷ്കളങ്കതയിലൂടെ കടന്നുപോയത് നമുക്ക് കാണാൻ പറ്റും. ഹാലലിയ നിഷ്കളങ്കത, ശുദ്ധ ഹൃദയം, കുറ്റമില്ലായ്മ എന്നിവ കാണിക്കുന്ന ചില പ്രധാന ഹാലലിയ കഥാപാത്രങ്ങൾ നമുക്ക് വേദോസ്തത്തിൽ കാണാൻ പറ്റും. ഒന്നാമതായി സ്തോത്രം ഹാലലിയ ആദവും അവയും ഹാലലിയ സ്തോത്രം. അവർ പാവം ചെയ്യുന്നതിന് മുമ്പേ അവർ നിഷ്കളങ്കരായിരുന്നു. അവർ ദൈവത്തെ ദിവസം കാണുമായിരുന്നു. എന്നാൽ പാവം ചെയ്ത ശേഷം അവർ ഓടി ഒളിക്കുവാൻ ഇടയായി. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ പാവം ഉണ്ടെങ്കിൽ നാം ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കുന്നവരായി തീരും. ഹാലലിയ. അതുപോലെ തന്നെ ഹാലലിയ ജോസഫ് ഹാലലിയ അനേകർ അവനെ കുറ്റം ആരോപിച്ചു. ഹാലലിയ. എന്നാൽ അവൻ്റെ ജീവിതത്തിൽ അവൻ നിഷ്കളങ്കനായിരുന്നു. നോക്കിയ പൊത്തിഫോറിൻ്റെ ഭവനത്തിൽ വെച്ച് പാപത്തിൻ്റെ അവസ്ഥയിലേക്ക് യോസഫിനെ തള്ളിക്കൊണ്ടുവരുന്നു. എന്നാൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്ന അവസ്ഥ ഹാലലിയ അവൻ്റെ ജീവിതത്തിൽ നിഷ്കളങ്കമായ പാപം ചെയ്യാതെ ജോസഫ് തന്നെ തങ്ങളെ സൂക്ഷിച്ചു. അതുപോലെ തന്നെ യോബിൻ്റെ ജീവിതത്തിൽ ഹാലലിയ ശത്രുവായ പിശാച് പോയിട്ട് കുറ്റം പറയുകയാണ്. യോബ് തെറ്റുകാരനാണ്. എന്നാൽ ദൈവം മുൻപാകെ അവൻ തെറ്റുകാരനല്ല, നിഷ്കളങ്കൻ എന്ന് തെളിയുവാൻ ഇടയായിത്തീർന്നു. അതുപോലെ തന്നെ ഹാലലിയ വേദപുസ്തകത്തിൽ കുറ്റം ആരോപിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ദാനിയേൽ. ഹാലലിയൻ്റെ കൂട്ടുകാരവനെതിരായിട്ട് ഹാലലിയ കുറ്റം പറഞ്ഞു. എന്നാൽ ദാനിയേൽ തൻ്റെ ജീവിതത്തിൽ പാവം ചെയ്യാതെ ദൈവത്തിൻ്റെ മുൻപാകെ കുറ്റമറ്റവനായി നിൽക്കുവാൻ ഹാലലിയ സ്തോത്രം ദാനിയേലിന് കഴിഞ്ഞു. അതുപോലെ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലും കുറ്റമറ്റ മനസാക്ഷിയോടെ ദൈവം മുൻപാകെ നിൽക്കുവാൻ നമുക്കൊരു ഹൃദയം ആവശ്യമാണ്. സ്തോത്രം. ചന്ദ്രകമേശ് അബോധിനോ ഹാലലിയ അവരുടെ ജീവിതത്തിൽ അവർക്ക് കുറ്റമറ്റ ഹൃദയം ഉണ്ടായിരുന്നു. സ്തോത്രം. ദൈവം മുൻപാകെ അവർ അശുദ്ധമായതൊന്നും തൊട്ടില്ല. സ്തോത്രം. ദൈവം മാത്രം അവർ സേവിക്കുവാൻ ഇടയായിത്തീർന്നു. സ്തോത്രം. ദൈവത്തിന് മുൻപാകെ സ്തോത്രം ഏറ്റവും നിഷ്കളങ്കമായ ഒരു വ്യക്തിയുടെ വ്യക്തിത്വമാണ് കർത്താവായ യേശു ക്രിസ്തു. അവനെ എല്ലാവരും കുറ്റം പറഞ്ഞു. എന്നാൽ കുറ്റമില്ലാത്ത രക്തം നിഷ്കളങ്കമായ രക്തം നമുക്ക് വേണ്ടി ഒഴിച്ചു. യേശു പാവമില്ലാത്തവനായിട്ടും അന്യായമായി കുറ്റം ചുമത്തപ്പെട്ട് ക്രൂശിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അവിടെയും അവൻ പാവം ചെയ്തിട്ടില്ല. 1 പത്രോസ് 2:22 വാക്യത്തിൽ പറയുന്നു അവൻ പാവം ചെയ്തിട്ടില്ല, അവൻ്റെ വായിൽ നിന്ന് വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല. സ്തോത്രം. അതുപോലെ തന്നെ സ്തോത്രം. റോമർക്കെഴുതിയ ലേഖനം 3:23 വാക്യത്തിൽ പറയുന്നു, ഒരു വ്യത്യാസമല്ല, എല്ലാവരും പാവം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. സ്തോത്രം. റോമർക്കെഴുതിയ ലേഖനം സ്തോത്രം 3:24 വാക്യത്തിൽ പറയുന്നു, അവൻ്റെ കൃപയാൽ യേശു ക്രിസ്തുവിലുള്ള വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി അത്രയും നീതീകരിക്കപ്പെടുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ പാവമുണ്ട്, ഗിൽട്ടുണ്ട്, കുറ്റബോധമുണ്ട്. നാം പാവിയാൻ തോന്നുമെങ്കിൽ രക്ഷപ്പെടാൻ ഒറ്റ മാർഗ്ഗമുള്ളൂ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിന് നമ്മളെ വീണ്ടെടുക്കുവാൻ കഴിയും. മത്തായിയുടെ സുവിശേഷം 10:16 വാക്യത്തിൽ പറയുന്നു, ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ നിഷ്കളങ്കരുമായിരിപ്പിൻ. നമുക്കറിയാം, പാപം അശുദ്ധമായിടത്ത് പോയി ഇരിക്കത്തില്ല, ചെളികളോടത്ത് ഇരിക്കത്തില്ല. അതുപോലെ ഒരു ദൈവ പൈതൽ പാപത്തിൽ പോയി ഇരിക്കാതെ പാപികളുടെ 1 സങ്കീർത്തനത്തിൽ പാപികൾ പറയുന്ന പോലെ പാപികളുടെ ഇരുടുപ്പത്തിൽ ഇരിക്കാതെ തങ്ങളെ തന്നെ സൂക്ഷിക്കുവാൻ നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. സ്തോത്രം. അതുപോലെ തന്നെ ഫിലിപ്പിയർ സ്തോത്രം 2:15 വാക്യത്തിൽ പറയുന്നു, അവരുടെ സ്തോത്രം ഇടയിൽ നിങ്ങൾ ജീവന്റെ പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ തേജസ് കുഴപ്പമില്ല പ്രകാശിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, ലോകത്തിൽ അനേക കഷ്ടങ്ങളിലൂടെ വിശ്വാസി കടന്നു പോകണം. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ തേജസ്സുകളെ പോലെ വിളങ്ങുവാൻ പാപമില്ലാത്തവരായി കുറ്റമറ്റ മനസാക്ഷിയോടെ നിഷ്കളങ്കത ദൈവത്തെ സേവിക്കുവാൻ നമുക്ക് കഴിയണം. കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമേ നമ്മളെ കുറ്റവിമുക്തമാക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ പാപത്തിൻ്റെ ഗിൽറ്റിൽ നിന്ന് നമ്മളെ രക്ഷിക്കുവാൻ പറ്റുന്ന ഒറ്റ ഒരാളാണെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മുൻപാകെ എല്ലാ കുറവുകളും ഏറ്റുപറഞ്ഞ് ദൈവമേ, നിന്റെ രക്തത്താൽ എന്നെ കഴുകി വെടുപ്പാക്കണമേ, നിന്റെ പൈതലാക്കി എന്നെ തീർക്കണമെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും വായും കൊണ്ട് യേശുവിനെ കർത്താവായി ഏറ്റുപറയുകയും ചെയ്താൽ നാം രക്ഷിക്കപ്പെടും. അതിനുശേഷം ജീവിതത്തിൽ കുറവശങ്ങൾ ബലഹീനതകൾ കടന്നു വരാം. നാൾ തോറും യേശുവിൻ്റെ രക്തത്തെ കഴുകൽ പ്രാപിച്ചതുകൊണ്ട് നിഷ്കളങ്കതയോടെ കുറ്റമറ്റ
മനസാക്ഷിയോടെ ദൈവത്തിന് മുൻപാകെയും മനുഷ്യർ മുൻപാകെയും ആയിരിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ശക്തീകരിക്കുകയും കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുകയും ചെയ്യാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.